സരിതയെ ജയിൽ മോചിതയാക്കാനായി അഭിഭാഷകനെന്ന നിലയിൽ തന്റെ കർത്തവ്യം നിർവഹിച്ചെന്ന് ഫെന്നി ആവർത്തിച്ചു. തന്നെയോ സരിതയെയോ രാഷ്ട്രീയക്കാരോ സോളാർ കേസിൽ ആരോപണ വിധേയരായവരോ ബന്ധപ്പെട്ടിട്ടില്ല. സരിത ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നില്ല. കേസ് സംബന്ധിച്ച് സരിത നാളെ മാധ്യമങ്ങളോട് വിശദീകരിക്കും. ശേഷം കുട്ടികളോടൊപ്പം തിരുവനന്തപുരത്തെ വസതിയിലായിരിക്കും സരിത താമസിക്കുകയെന്നും ഫെന്നി പറഞ്ഞു. സരിത പറയേണ്ട കാര്യം സരിതയോട് നിങ്ങൾ ചോദിക്കണം. ഇത്രയും കാലം അകത്ത് കിടന്ന് സരിതയോട് ചോദിച്ചു, ഞാൻ പലതും പറഞ്ഞ്, ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് ഇപ്പം എന്തുകൊണ്ട് പല കാര്യങ്ങളും പലരും ഉന്നയിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ അതിനെക്കുറിച്ച് യാതൊരു കമന്റും പറയാൻ തയ്യാറല്ല. സരിത രണ്ട് ദിവസം കഴിഞ്ഞ് വെളിയിറങ്ങും. നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും സരിതയോട് ചോദിക്കാം. സരിത തന്നെ ഉത്തരം പറയാം. അല്ലാതെ അഡ്വക്കേറ്റിനോട് ഇനി ചോദിച്ചിട്ട് കാരണം അഡ്വക്കേറ്റിന്റെ ജോലി ഇനി കേസ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം സരിത വെളിയോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരോട് നേരിട്ട് അങ്ങ് ചോദിച്ചോളൂ. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് മോചിതയായ ശേഷം സരിത അഡ്വക്കേറ്റ് ഫെന്നി ബാലകൃഷ്ണന്റെ ആലപ്പുഴയിലെ ചെന്നിത്തലയിലെ വീട്ടിലേക്കാണ് എത്തിയത്. സരിതയ്ക്കൊപ്പം മാതാവ് ഇന്ദിരാമയും കുട്ടികളും ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയോടെ ഇന്ദിരാമയും കുട്ടികളും കൊല്ലത്തേക്ക് മടങ്ങി. ഇതിനുശേഷം സരിതയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. മീഡിയ 1 ആലപ്പുഴ.